ഞാൻ ബൈപ്പോളറാണ്, എനിക്ക് ADHD ഉണ്ട്. നീ എന്തിനാ വിഷമിക്കുന്നത്, കാര്യം പറ എന്ന് പറയും. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട്. മെൻ്റലി ഈ സാധനം വരുമ്പോൾ എനിക്ക് ഫിസിക്കലി വീക്കാവും. മരുന്ന് പോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഒരു ബെറ്റർ കണ്ടീഷൻസിലേക്ക് വരിക. നമുക്ക് അവർ വേണമെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് എഴുതിയിട്ട് നമ്മളതിനെ വിഡ്രോ അടിക്കും. തെറാപ്പി എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ ബൈപ്പോളറാണ്, എനിക്ക് ADHD ഉണ്ട്, പിന്നെ റിക്കറൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ, ഒരു പർട്ടിക്കുലർ ഇടവേളകളിൽ ഡിപ്രഷൻ സൈക്കിൾസ് വന്നുകൊണ്ടേയിരിക്കും. ഈ 3 കാര്യങ്ങൾ 2019 തൊട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിന് മുമ്പ് ഉണ്ടായിരുന്നു കാണും, പക്ഷെ ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിൽ ഇതാണ് സ്റ്റാറ്റസ്. I just want to escape. Yes, I just want to escape എന്നുള്ള മൈൻഡാണ്. എങ്ങനെയാണ് ആക്ച്വലി ഇത്രയും പ്രശ്നങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് പറയും? ഇപ്പം ബൈപ്പോളർ എന്താണെന്ന് ചിലപ്പോൾ അറിയാത്തതുണ്ടാവും. ഞാൻ സിനിമ വഴിയാണ് ബൈപ്പോളർ എന്ന് അറിയുന്നത്. അതൊന്ന് പറയാമോ, എങ്ങനെ റിയൽ ലൈഫിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ബൈപ്പോളർ ഡിസോർഡർ? ഇത് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 2 എക്സ്ട്രീംസ് ആയിരിക്കും. ഒന്നെങ്കിൽ നല്ല ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ദ വേസ്റ്റ് കൈൻഡ് ഓഫ് സോറോനസ് എന്ന് പറയാം. അതായത് ഒന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബെറ്റർ മെൻ്റൽ സ്റ്റേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാരകമായ വിഷാദമായിരിക്കും. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമല്ല, ഒരു ഡീപ്പ് കൈൻഡ് ഓഫ് വോയിഡ് എന്നൊക്കെ പറയാം. അത്തരത്തിൽ ശൂന്യതയായിരിക്കും. എന്തിനാണ് വിഷമിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നിന്ന് വിഷമിക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ വരും. നമ്മൾ ആൾക്കാരിങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ചോദിക്കും, നീ എന്തിനാണ് വിഷമിക്കുന്നത്, കാര്യം പറ എന്ന് പറയും. എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടെന്ന് ചോദിക്കും. അതായത് ഞാനിങ്ങനെ റീസെൻറ്റ് ഡേയ്സിലൊക്കെ ഞാനിങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ലാപ്ടോപ്പിൽ വെറുതെ നോക്കിയിരുന്ന് ഞാൻ കരയും. എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ ഐ എം ഫീലിംഗ് സാഡ്. റീസൺ എനിക്ക് പർട്ടിക്കുലർലി അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ആ രീതിയിൽ റീസെൻറ്റ് ഡേയ്സിൽ ഞാൻ അവോയ്ഡിങ് എനി കൈൻഡ് ഓഫ് കോണ്ടാക്ട് വിത്ത് പീപ്പിൾ. ഐ ഡോണ്ട് വോണ്ട് ടു ടോക്ക് എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ചാം വേണ്ടൊരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം അവരുടെ മുമ്പിൽ ഞാൻ സാധാരണ എനിക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഐ വോണ്ട് ടു കവർ അപ്പ് ഓൾവേസ്. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് മേക്കപ്പ് ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷേ ഐ ഡോണ്ട് പർട്ടിക്കുലർലി ഡു മേക്കപ്പ്. പക്ഷേ ഞാനൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേന്ന് രാത്രിയിലത്തെ സ്ട്രഗിൾ മുഴുവൻ എൻ്റെ ഫേസിലുണ്ടാവും. ലൈക്ക് ചിലപ്പോൾ ഉറങ്ങി കാണില്ല, അതിൽ ടയർഡ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് വിഷാദഭാവം എന്ന് പറയുന്ന സാധനം ഐ ക്യാൻ ലിറ്ററലി സീ ഇറ്റ് ഓൺ മൈ ഫേസ് ഇൻ ദ മോർണിംഗ്. സോ ഞാൻ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ലൈക്ക് ആൾക്കാരുടെ മുമ്പിൽ റിയലൈസ് ചെയ്യാണ്ടിരിക്കും. അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്താ നീ ഇങ്ങനെ ഇരിക്കണേ. എനിക്ക് ആൾക്കാർ ചോദിക്കുന്നത് ഇഷ്ടമല്ല. സോ ഐ ഡു ഗുഡ് മേക്കപ്പ്. ഞാൻ ഭയങ്കര ചാമൊക്കെ ആയിട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ഷീ ഈസ് സച്ച് എ ചബ്ബി ചില്ലി ഗേൾ എന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ ലിറ്ററലി ഐ വിൽ ബി ഡൈയിങ് ഇൻസൈഡ്. ആ സാധനമാണ്. അപ്പോൾ ഈ ജേർണലിസം ജോബ് ഇതും എങ്ങനെ മാനേജ് ചെയ്യും? ബൈപ്പോളർ ഡിസോർഡർ ഈ ജോബും എങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുന്നത്? നമ്മുടെ വർക്ക് സ്പേസുകളൊക്കെയും ഇപ്പോഴും നോർമൽ ഹെൽത്തിന് തന്നെ പ്രശ്നം ഇത് ഓക്കെ അല്ല. അപ്പോൾ മെൻ്റൽ ഹെൽത്തിന് ഒട്ടും ഓക്കെ അല്ല എന്നുള്ളതാണ് കാരണം. പക്ഷെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് അവരുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുക, അവരുടെ വർക്ക് കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ്. അതിൽ പർട്ടിക്കുലർ ഡേയ്സിൽ 2-3 ദിവസം ഗ്യാപ്പ് കൊടുക്കാം, ലീവ് കൊടുക്കാം എന്നുള്ളതിനെപ്പോഴും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ. അതിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ എത്ര ദിവസമാണോ അവർക്ക് ടൈം വേണ്ടത് അത്രയും ദിവസം കൊടുക്കാൻ പറ്റുന്ന ഇതിലേക്ക് മാറി ബെറ്റർ ആയിരിക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ ജോലിക്ക് കയറിയ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് 1-2 തവണ ഒരു 10 ദിവസം 15 ദിവസം വീതം എനിക്ക് കാര്യം പറഞ്ഞ് തന്നെ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ലീവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഒരു സാഹചര്യം വരുമ്പോൾ എനിക്കത് ചോദിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് അവർക്കത് ഓക്കെ അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതിന് ഡ്രീമി ആയിട്ടുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുന്നത് എൻ്റെ ഹെൽത്ത് പ്രശ്നമായിട്ടാണ്. ഒരു മാസത്തോളം എനിക്ക് ഹോസ്പിറ്റൽ റെസ്റ്റും ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റും വീട്ടിലെ റെസ്റ്റും ഒക്കെ വേണ്ടി വന്നു. ഈ 1 മാസം എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ ഡ്രീം ജോബ് എന്നുള്ളതിനപ്പുറം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മകൾ ഈ പറഞ്ഞ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പഠിച്ചിറങ്ങി നെക്സ്റ്റ് ഡേ ജോലിക്ക് കയറുന്നു. അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നില്ല. പഠിച്ചിറങ്ങുന്നു, ഇഷ്ടമുള്ള ജോലിക്ക് കയറുന്നുള്ള രീതിയിലാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ എൻ്റെ വീട് ആഗ്രഹിച്ച ജോലിക്ക് ഞാൻ കയറിയിട്ടും എൻ്റെ
ഹെൽത്ത് സാഹചര്യം കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് അപ്പോൾ സൊസൈറ്റിയാണ് ആക്ച്വലി. സൊസൈറ്റി എന്തായാലും ഫിക്സ്ഡ് ആയിട്ട് അങ്ങ് നിൽക്കുകയാണല്ലോ, നമുക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഇപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എവിടെയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? എവിടെ ഇപ്പോൾ എൻ്റെ ബോൾ ഏത് കോർട്ടിലെ ബോൾ ചെയ്യുക, എങ്ങനെ ഇത് മാനേജ് ചെയ്യുക, ആക്ച്വലി ഐ ഡോണ്ട് നോ. നമ്മൾക്ക് പറഞ്ഞാലും മനസ്സിലാകുന്ന മനുഷ്യരുണ്ടാകുക എന്നുള്ളത് മാത്രമാണ് കുറച്ചെങ്കിലും ആശ്വാസമുള്ളത്. പക്ഷേ ഒരു ബാഡ് നറേറ്റീവ് വന്നിട്ടുണ്ട്. ലൈക്ക് പീപ്പിൾ ഡു ഹാവ് പെയിൻ, പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ ഡിപ്രഷൻ എന്ന ആൾക്കാർ പറയുന്നത് ഇറ്റ്സ് എ ബാഡ് തിങ്. ആക്ച്വലി ഡിപ്രഷൻ ഭയങ്കര ബ്രോഡ് കാറ്റഗറിയാണ്. എന്നാലും നമ്മൾ സിംപ്ലി നമ്മൾ രണ്ട് രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു റീസൺ ബേസ്ഡ് ഡിപ്രഷൻ എന്നൊക്കെ പറയാം. അതായത് പർട്ടിക്കുലറായി നമുക്കൊരു ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാൾ മരിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സൗഹൃദം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സംഭവിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരാഴ്ച, ഒരു മാസം, അല്ലെങ്കിൽ 3 മാസം അതിൻ്റെ ഉള്ളിൽ മാറാവുന്ന ഡിപ്രഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷാദമുണ്ട്. അതല്ലാണ്ട് ഇതുപോലെ ജനറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പെർമനൻറ്റ് സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ആ ഒരു പ്രണയം സൗഹൃദം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പെയിൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഐ അക്സെപ്റ്റ്, ഐ എഗ്രി. പക്ഷേ അത്തരത്തിലുള്ള വിഷയങ്ങൾ, ആ പെയിൻ നമുക്ക് കരകയറാൻ പറ്റും ആഫ്റ്റർ എ ടൈം എന്നുള്ളത് ഉള്ളതാണ്. പക്ഷേ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സില്ലി കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഡിപ്രഷനാണ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ആക്ച്വലി ഭയങ്കര കോർ പോയിന്റിൽ ഇത് സഫർ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു പെയിനെ, അവരുടെ ഒരു സഫറിങ്ങിനെ റദ്ദ് ചെയ്യുന്ന രീതിയിലാണ് ഈ സാധനം വരുന്നത്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ആക്ച്വലി. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാർ എന്നെ ഭയങ്കര ചാമിങ് ആയിട്ടുള്ള പേഴ്സണായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഡോക്ടേഴ്സിനോടൊക്കെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഇത് എന്നെ അറിയാവുന്ന ആൾക്കാരോടൊക്കെ അവർ പറയുന്നത് ലൈക്ക് അവർ എന്നോട് പറയില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക ആള് ജീവനോടെ ഇരിക്കുന്നത് അത്ഭുതം ഒന്നായിരിക്കും. കാരണം ഞാൻ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ കടന്നു പോയിട്ടുള്ളത് അതിലും ഭീകരമായിട്ടുള്ളൊരു സാധനത്തിലായിരിക്കും. ഷീ സർവൈവ്ഡ് ഹൗ എന്ന് അവർ ചോദിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ച് നിൽക്കുന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ അത്തരത്തിൽ ഭീകരമായിട്ടുള്ള സഫറിങ് ആണ്. ഇറ്റ്സ്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ ഇതിന് സൊല്യൂഷൻ കാണും? തെറാപ്പി എടുക്കണമെന്ന് ബോധം ഉണ്ടായിരുന്നോ? ആരെയും പറഞ്ഞു തന്നാണോ എങ്ങനെ തെറാപ്പിയിലേക്ക് എത്തുന്നത്, ചൂസ് ചെയ്തത്? ആക്ച്വലി ആ സമയത്ത് 2019 സമയത്ത് എനിക്ക് വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ ആ കണ്ട ഡോക്ടർക്ക് എന്തോ ഒരു മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഡോക്ടർ അപ്പുറത്തെ സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്തു. അങ്ങനെ അപ്പോൾ തന്നെ വീട്ടുകാരൊന്ന് പേടിച്ചായിരുന്നു. പിന്നെ എന്തായാലും സൈക്കാട്രിസ്റ്റിനെ കണ്ടപ്പോൾ കുറേ സംസാരിച്ചു. അപ്പോൾ 1 മണിക്കൂറിന് മേലെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് അതിനൊരു ഇതായിരുന്നു സംഭവം നമുക്ക് മനസ്സിലായത്. കാരണം ഇതിനു മുമ്പും ഞാനിങ്ങനെയൊക്കെ തന്നെ ആണ്, പക്ഷെ അത് ഇതുകൊണ്ടായിരിക്കും എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എങ്ങനെ പറയണത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നെ സോ കോൾഡ് നോർമൽ കുട്ടിയായിട്ട് ആൾക്കാർ കണ്ടിട്ടില്ല. അവളുടെ രീതി അങ്ങനെയാണ്, അവൾ അങ്ങനെയാണെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ കൈൻഡ് ഓഫ് അതായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ബൈപ്പോളർ ആയതുകൊണ്ട് മെഡിസിൻ എന്ന രീതിയിൽ എന്തായാലും വന്നിട്ടുണ്ടാവാം. അപ്പം മെഡിസിൻ എന്തായാലും കഴിക്കും, നല്ലതാണ് മെഡിസിൻ കഴിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ക്യൂറിന് കുറച്ചും കൂടി ഏറ്റവും കൂടുതൽ എഫേർട്ട്ലെസ് കുറച്ചും കൂടി ആക്കുന്നത്. മെഡിസിൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടിനെ പറ്റിയൊന്ന് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ബൈപ്പോളർ ഡിസോർഡർ ഇതുവരെയുള്ള എൻ്റെ അറിവിൽ ഇറ്റ്സ് ഇൻക്യൂറബിൾ. ഓക്കെ, സ്റ്റേബിളായിട്ട് നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈപ്പോളർ ഡിസോർഡറിൽ മെഡിസിൻ എടുക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഈ വേവ് പോലെ എന്നൊക്കെ പറയാം, ഒന്നെങ്കിൽ എക്സ്ട്രീം മുകളിൽ ഇല്ലെങ്കിൽ താഴെ ഈ സാധനമാണ്. അപ്പോൾ ഇങ്ങനെ പോണ സാധനത്തെ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് മെഡിസിൻ. ആ മെഡിസിൻ എടുക്കാത്ത ഇതിൻ്റെ ഡിപ്രഷൻ സാധനം പറയുമ്പോൾ ഈ ഡോപ്പമിൻ, സെറോട്ടോണിൻ പോലുള്ള ഹാപ്പിനെസ് ഹോർമോൺസ് എന്നൊക്കെ പറയുന്ന സാധനം അതിൻ്റെ ലെവൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒരു റിക്വയർഡ് എമൗണ്ടിൽ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഈ മെഡിസിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടാകും, ഈവനിങ് ഓവർ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജോലി ഉണ്ടാകുക, പൈസ കിട്ടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ രാവിലെ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോകാം,
അല്ലെങ്കിൽ ബോഡി ഷിവറിങ് ഉണ്ടാകും, ഇടയ്ക്ക് ആങ്സൈറ്റി അറ്റാക്കുകൾ, പാനിക് അറ്റാക്കുകൾ ഉണ്ടാകും. എനിക്ക് ഒരു സമയത്തൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു പർട്ടിക്കുലർ കാലം എനിക്കത് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൈ ഷിവർ ചെയ്യും. അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹെൽത്ത്, ഹൈജീൻ, സ്കിന്നൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു സമയം വരുമ്പോൾ കുളിക്കാൻ പോലും പറ്റാറില്ല എന്നുള്ളതാണ്. ലൈക്ക് 3-4 ദിവസമോ അല്ലെങ്കിൽ ഒരു വീക്കോ ഒക്കെ കട്ടിലിൽ കിടക്കുന്ന ഒരു കിടപ്പായിരിക്കും കിടക്കുക. അതായത് അത്രയ്ക്കും ക്ലീൻനെസ് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് പോലും എഴുന്നേറ്റ് തിരിഞ്ഞ് കിടക്കാൻ പറ്റാത്ത ഞാനെങ്ങനെ പോയി കുളിച്ച് റെഡി വരണം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ഡെയിലി ലൈഫിനെ ബാധിക്കും. ഈ റീസെൻറ്റ് ഡേയ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കുക്ക് ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഭക്ഷണമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കുക്ക് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, കഴിക്കും. പക്ഷേ ഈ റീസെൻറ്റ് ഡേയ്സിൽ ഞാൻ ഭക്ഷണം കഴിക്കണില്ല. കാരണം എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റില്ല, എഴുന്നേറ്റ് വന്നാലും എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്ക് കഴിക്കണം, നേരെ നിൽക്കണം, ബോഡി ബെറ്റർ ആയിരിക്കണം തോന്നി കഴിക്കാൻ പോലും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ വാങ്ങിയിട്ട് കുറച്ച് കഴിച്ചിട്ട് ഇറങ്ങിപ്പോരും. അത്തരത്തിൽ എനിക്ക് മെൻ്റലി ഈ സാധനം വരുമ്പോൾ എനിക്ക് ഫിസിക്കലി വീക്കാവും. അത്തരത്തിൽ മെൻ്റലി ഫിസിക്കലി ഡൗൺ ആയിട്ടിരിക്കുന്ന രീതിയിൽ പോകുമ്പോൾ ലൈക്ക് വി ലിറ്ററലി ഡൈ അവർ ഹോപ്സ് ആൻഡ് ഹോപ്പ് ഫോർ ആൻ എസ്കേപ്പിസം ആൻഡ് ഓൾ. കൂടെ ഒരാളുണ്ടാവുമ്പം ഇതിനെന്തെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആവും, അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടോ? അതൊരു ഭയങ്കരമായിട്ടുള്ള സമസ്യയാണ്, പ്രശ്നമാണ്. കാരണം ഇത്തരം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ നമ്മൾ ക്യൂർ ചെയ്യുന്നത് മരുന്ന് മാത്രമായിട്ടില്ല. മരുന്ന് മനുഷ്യരും എന്നുള്ളതാണ്. മരുന്ന് പോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന മനുഷ്യരുണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചൊക്കെ ഒരു ബെറ്റർ കണ്ടീഷൻസിലേക്ക് വരിക. പക്ഷേ ഇതൊരിക്കലും മരുന്ന് മനുഷ്യരായിട്ട് വരുന്ന മനുഷ്യരുടെ പ്രശ്നമല്ല, ഈ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. കാരണം ഒരാൾ നമ്മുടെ കൂടി ടൈം സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളുടെ വർക്ക്, അയാളുടെ പേഴ്സണൽ സ്പേസ്, അയാളുടെ സമയം, എഫേർട്ട്, മണി ഇതൊക്കെ കളഞ്ഞിട്ടായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുക. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അയാൾക്കൊരു ബാധ്യതയായോ, അയാൾക്ക് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അയാളെ നമ്മൾ ശല്യം ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഈ സാധനം കാരണം അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, നമ്മൾ തന്നെ ആൾക്കാരിൽ നിന്ന് വിഡ്രോ ചെയ്ത് തുടങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, എടാ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിൻ്റെ ലൈഫിൽ നിൽക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഗിൽറ്റാണ്. കാരണം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡൻസി ആണെന്നൊക്കെ തോന്നും. ചിലപ്പോൾ അങ്ങനെ ആ ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തേയില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് ചിന്തിക്കുന്നത് ലൈക്ക് വി വിൽ ബി ഗിൽറ്റി, ലൈക്ക് വി ആർ ടേക്കിംഗ് ദെയർ ടൈം, എഫേർട്ട്, സ്പേസ്. അത്തരത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ തന്നെ വിഡ്രോ ചെയ്യുന്ന സെറ്റപ്പിലേക്ക് മാറും. അതായത് നമുക്ക് അവരെ വേണമെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം, പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് എഴുതിയിട്ട് നമ്മൾ തന്നെ വിഡ്രോ അടിക്കും. അത് ഭയങ്കര ഐറണിയാണ്. അത് മാത്രമല്ല, ചില പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് എങ്ങനെ ടെറിബിളായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടിരിക്കുന്ന മെൻ്റലി ഓക്കെ അല്ലാതിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ കിളി മാറിയിരിക്കുന്ന നേരത്തിന് ഈ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും അകത്തി നിർത്തുക എന്നുള്ളതും കൂടി അത് വേറൊരു ടാസ്ക്കാണ്. ലൈക്ക് ഇറ്റ്സ് എ വേൾഡ് ഓഫ് ടാസ്ക്. യു നീഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട് വാട്ട്സ് യുവർ ടാസ്ക് ആൻഡ് ഡീൽ വിത്ത് ഇറ്റ്. ഇതിപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലാണ് സംസാരിച്ചത്. പക്ഷേ സപ്പോസ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇതെങ്ങനത്തോളം ചിലപ്പോൾ മാറ്റം വരുത്താൻ പറ്റുമായിരിക്കും? അവിടെ സർവൈവേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നല്ല ലൈക്ക് വി ക്യാൻ സേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഷീസ് ലിവിങ് എ ബെസ്റ്റ് ലൈഫ് എന്നൊരു സാധനം വരുമ്പോൾ ലൈക്ക് ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും എന്ന് പറയുന്നത് പോലെ മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു. കാരണം ഇപ്പോൾ തന്നെ തെറാപ്പി എടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരു മിനിമം ഒരു 1 ഡേയിൽ 1 hour 800,000 ആണ് ഒരു നോർമലി കേരളത്തിൽ വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ചിലപ്പോൾ ഒരു അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലായിരിക്കാം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഇടവേളകളിൽ ഇത് എടുത്തുകൊണ്ടിരിക്കണം 2 മാസം. അല്ലെങ്കിൽ അവർ പറയുന്നത് 7 സിറ്റിങ്ങെങ്കിൽ 7 സിറ്റിങ് എന്ന് പറയുമ്പോൾ ഓരോ സിറ്റിങ്ങിനും 1000 rupees വെച്ച് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും ഇതിലുള്ളത്. അപ്പോൾ മണി ബാക്കപ്പ് ഉണ്ടെങ്കിൽ ലൈക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ ബെറ്റർ ആകും. പക്ഷെ അതിന് നമ്മുടെ
വർക്കിംഗ് കണ്ടീഷൻസും കമ്പനി സാലറിയൊക്കെ ആശ്രയിച്ചിരിക്കും. ആ ഒരു സാധനം കൂടി ഉണ്ട്. കൊള്ളാം, ഒരുപാട് കാര്യത്തെ പറ്റി സംസാരിച്ചു. ഇത്രയും എത്തിയല്ലോ, ഇതൊക്കെ വെച്ചിട്ടും ഇവിടെ എത്തി നിൽക്കുന്നുണ്ടല്ലോ ഇത്രയും കാര്യം. ഇനിയും ചിലപ്പോൾ സമൂഹം ഒരുമിച്ച് മാറും, ഒരുമിച്ച് വളരും, ഒപ്പം നമ്മൾക്കും ഒരുമിച്ച് വളരാൻ പറ്റും. അങ്ങനെ ഒരു സ്പേസ് വരട്ടെ എന്ന് ആശംസിക്കാൻ. ലൈഫ് ഇനിയും ബെറ്റർ ആകും എന്ന്